ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ അട്ടിമറി സ്ഥിരീകരിച്ച SIT റിപ്പോർട്ട്. ആദ്യഘട്ടത്തിൽ അന്വേഷണ റിപ്പോർട്ട് തിരുത്തിയത് ADGP MR അജിത് കുമാർ പറഞ്ഞിട്ടെന്നും പരാമർശം. തെളിവില്ലെന്ന് വരുത്തി പ്രതികളെ രക്ഷിക്കാൻ ശ്രമം നടന്നുവെന്നും റിപ്പോർട്ട്. ദേവൻ MP ഉണ്ട്. ദേവൻ പറയൂ. അരുണ്യ, ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന മർദ്ദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന SITയുടെ പ്രത്യേക അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പ്രധാനമായും എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് അന്വേഷണത്തിൽ അട്ടിമറി ഉണ്ടായിരിക്കുന്നു. ആ അട്ടിമറി സ്ഥിരീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ DGPക്ക് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അന്വേഷണ റിപ്പോർട്ട് തിരുത്തിയെന്നുള്ള ആക്ഷേപം ആദ്യം മുതൽക്കേ തന്നെ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. അതിൽ അന്നത്തെ ADGP ആയിട്ടുള്ള MR അജിത് കുമാർ കൂടി പറഞ്ഞിട്ടുകൊണ്ടാണ് ആ ഒരു തിരുത്തൽ നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യവും നേരത്തെ തന്നെ ഒരു ആരോപണമായി ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ ഈ SITയുടെ കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച് ADGP പറഞ്ഞിട്ടാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ ആദ്യഘട്ടത്തിൽ തിരുത്തൽ വരുത്തിയതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിൽ MR അജിത് കുമാറിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ SIT റിപ്പോർട്ട് ഇപ്പോൾ DGPക്ക് സമർപ്പിച്ചിരിക്കുന്നത്. അതായത് അന്വേഷണ സംഘത്തിന്റെ, അതായത് അന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ കേസ് അന്വേഷണം നടത്തിയ മുഴുവൻ ആളുകളുടെയും മൊഴി ഈ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നതും ഒപ്പം തന്നെ അന്ന് ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളുടെയും മാധ്യമപ്രവർത്തകരുടെയും ഒപ്പം തന്നെ സിവിൽ പോലീസ് ഓഫീസർമാരടക്കമുള്ള ഏറ്റവും താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരുടെ വരെ മൊഴി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് SIT ഇപ്പോൾ വ്യക്തമായും ഈ ഒരു അന്വേഷണത്തിൽ അട്ടിമറി നടന്നിട്ടുള്ള കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് സംബന്ധിച്ച റിപ്പോർട്ട് അന്ന് അന്വേഷണം പ്രഖ്യാപിക്കുകയും പിന്നീട് ഈ റിപ്പോർട്ട് DGPയുടെ മുന്നിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ MR അജിത് കുമാർ ADGP ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ടായിരുന്നു ഈ റിപ്പോർട്ട് തിരുത്താൻ നിർദ്ദേശം നൽകിയിരുന്നത് എന്നുള്ള മൊഴി കൂടി ഈ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ SIT റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. നേരത്തെ തന്നെ MR അജിത് കുമാറിന്റെ പങ്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ MR അജിത് കുമാറിന്റെ പേരായിരുന്നു ആദ്യം മുതൽ തന്നെ കേൾക്കാനുണ്ടായിരുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം കൃത്യമായ രീതിയിലല്ല നടക്കുന്നെന്നുള്ള കാര്യം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ തൊട്ടു പിന്നാലെയാണ് UDF സർക്കാർ അധികാരത്തിലേറിയതിന്റെ പിറ്റേന്ന് തന്നെ ഇത് സംബന്ധിച്ച് ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന മർദ്ദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനായി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അത് സംബന്ധിച്ച് SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നതും. ഈ SITയുടെ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് അറിയേണ്ടത് സർക്കാർ ഏതെങ്കിലും തരത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും അറിയേണ്ടത്. നിലവിൽ ADGP MR അജിത് കുമാർ ബെവ്കോയുടെ MD ആയി തുടരുകയാണ്. ഇതുവരെയും അദ്ദേഹത്തിന്റെ സ്ഥാനമാറ്റം ഇതുവരെയും ഉണ്ടായിട്ടില്ല. പലതവണ എക്സൈസ് വകുപ്പ് മന്ത്രി M ലിജു ഈ പറയുന്നത് പോലെ തന്നെ ബെവ്കോയുടെ MD ആയി MR അജിത് കുമാർ തുടരുന്ന കാര്യത്തിലെല്ലാം തന്നെ അതൃപ്തി അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും സർക്കാർ IPS സ്ഥലത്തെയും IAS സ്ഥലത്തെയും എല്ലാം പല രീതിയിലുള്ള സ്ഥലമാറ്റങ്ങളും സ്ഥാനമാറ്റങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ടെങ്കിലും MR അജിത് കുമാറിന്റെ കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഈ റിപ്പോർട്ട് DGPയുടെ മുന്നിൽ എത്തുന്ന സ്ഥിതിക്ക് ആ റിപ്പോർട്ട് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ മുന്നിലേക്കും ആഭ്യന്തരയുടെ മുന്നിലേക്കും എത്തും. അതിനുശേഷം ആ റിപ്പോർട്ട് അവർ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഇനി ഏതെങ്കിലും തരത്തിൽ നടപടി സ്വീകരിക്കണമെന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുക. അരുണ്യ, ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസുമായി ബന്ധപ്പെട്ട അട്ടിമറി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് തെളിവില്ലെന്ന് വരുത്തി തീർത്ത് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നതടക്കമാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഇത് SIT സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ദേവൻ MP ആണ് വിശദാംശങ്ങൾ നൽകിയത്.